ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഇത് അദ്ദേഹത്തിന് ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആവലാതിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ടാണ് അത് അതിൻ്റെ കൂടെ എഴുതിപ്പോയത്. ഇപ്പോഴ് നമ്മൾക്ക് യഥാർത്ഥ ഇസ്രായേലിനായിട്ടൊക്കെ ജീവിക്കാം. വചനം ചോദിക്കുന്ന സംഭവമുണ്ടേ, ഏശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്നില്ലേ? ഈ യാക്കോബ് കാപട്യക്കാരനാണെന്നല്ല പറഞ്ഞത്. അയാളെ പിന്നെ ദൈവം സ്നേഹിച്ചു എന്ന് പറയാൻ കാരണം എന്താ? റോമ 9:13 യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. അയാളാണല്ലോ ഇസ്രായേലിയൻ എന്ന് പറയണത്, യഥാർത്ഥ ഇസ്രായേലിയൻ എന്ന് പറയണത്. ആ ഇസ്രായേലിയൻ ആദ്യത്തെ ഇസ്രായേലിയൻ അദ്ദേഹമാണ്. അദ്ദേഹം കാപ്പട്യക്കാരനാണെന്നാണ് പറയണത് കർത്താവ് നഥാനിയലിനെ ഉദ്ധരിച്ചുകൊണ്ട്. പക്ഷേ എങ്കിലും യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കാപട്യത്തെക്കാൾ ഉപരി അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും ഉറക്കം ഉണ്ടാകും ചിലപ്പോൾ, ഹൃദയത്തിന് ഗതികേട് ചിലപ്പോൾ. അതിനുശേഷം അയാൾക്ക് കണ്ണീരുണ്ടാവും. ബഥേലിലൊക്കെ സ്വപ്നം കഴിയുമ്പോൾ അയാൾ ആ തൈലം ആ കരിങ്കൽ കഷ്ണത്തിൽ തൈലം പൂശിയിട്ട് കർത്താവിനെ പ്രതിഷ്ഠിക്കണില്ലേ? അപ്പൊ എല്ലാ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലും ദൈവത്തെ അവലംബിച്ചു പോകുന്നൊരു അവസ്ഥ യാക്കോബിൻ്റെ ജീവിതത്തിലെല്ലാം കാണാൻ പറ്റും. അവിടെ നമുക്ക് വരുന്നൊരു വിഷയം, യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. പക്ഷേ ഈശോ പറയും, ഈശോൻ്റെ കാലം വരുമ്പോഴും അയാൾ ഹിപ്പോക്രാറ്റ്സിൻ്റെ ലിസ്റ്റിലാണ് അയാൾ ഉള്ളത്. ഹിപ്പോക്രാറ്റ്സിനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ എന്തായാലും ഇപ്പം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകും. കൈബദ്ധങ്ങൾക്ക് ജീവിതത്തിൽ ചില സമയത്ത് വരും. വന്നാൽ